ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 5-ാം വാരം, വെള്ളി. നാം വായിച്ചു കേൾക്കുന്നത് മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. മൂകനും ബധിരനുമായ ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്ന യേശുനാഥനെയാണ് ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. യേശു ഗലീലി കടൽ തീരത്ത് എത്താനായി തിരഞ്ഞെടുക്കുന്ന വഴി കൂടുതൽ ദീർഘമുള്ളതും വളഞ്ഞതുമാണ്. അതായത് ടൈർ പ്രദേശത്തുനിന്ന് പുറപ്പെട്ട് സീദോൻ കടന്ന് ദെക്കാപോളിസ് പ്രദേശത്തുകൂടെയായിരുന്നു യേശുനാഥൻ ഗലീലി കടൽ തീരത്തേക്ക് എത്തിയത്. ഗ്രീക്ക് ഭാഷയിൽ ദെക്കാപോളിസ് എന്ന വാക്കിനർത്ഥം 10 നഗരങ്ങൾ എന്നാണ്. ഇസ്രായേൽ പ്രദേശത്തിനുള്ളിലെ 10 പുറംജാതീയ നഗരങ്ങളുടെ ഒരു സംയുക്ത രാജ്യമായിരുന്നു ഈ 10 സ്ഥലങ്ങൾ. നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്കാണ് എഫ്ഫാത്ത, അതായത് തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ വായിൽ നിന്ന് നേരിട്ട് വരുന്നൊരു വാക്ക്, യേശു സംസാരിച്ച അരമായ ഭാഷയിലുള്ള വാക്ക്. ഇന്ന് യേശു നമ്മോടും അതേ വാക്ക് പറയുന്നു, എഫ്ഫാത്ത, തുറക്കപ്പെടുക. സുവിശേഷത്തിലെ മനുഷ്യനെ പോലെ നമ്മൾ ശാരീരികമായി ബധിരരോ മൂകരോ ആയിരിക്കണമെന്നില്ല. പക്ഷേ എങ്ങനെയോ നമ്മുടെ ചെവികളും മറ്റുള്ളവരോട് നമ്മുടെ വായകളും അടച്ചിട്ടിരിക്കാം. കഷ്ടപ്പെടുന്നവരുടെ നിലവിളികൾക്ക് നമ്മൾ ബധിരരായിരിക്കാം. നമ്മെ വേദനിപ്പിച്ചവരോട് സംസാരിക്കുന്നത് നമ്മൾ നിർത്തിയിരിക്കാം. ഈ 2 തടസ്സങ്ങളിൽ നിന്നും നമുക്ക് രോഗശാന്തി ആവശ്യമാണ്. ആളുകൾ അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നതിനാലാണ് ആ മനുഷ്യൻ സുഖം പ്രാപിച്ചത്. നമ്മുടെ പ്രശ്നങ്ങളുമായി നാം യേശുവിൻ്റെ അടുക്കിലേക്ക് പോകണം. നമ്മൾ എവിടെയാണോ അവിടെ തന്നെ തുടരാൻ കഴിയില്ല. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനും സുഖം പ്രാപിക്കുന്നതിനും നാം യേശുവിൻ്റെ അടുക്കിലേക്ക് പോവുക തന്നെ വേണം. യേശു എപ്പോഴും നമുക്ക് വേണ്ടിയുണ്ട്. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ യേശു നമ്മെ സമീപിക്കാൻ കാത്തിരിക്കുന്ന നമ്മുടെ സുഹൃത്താണ്. നമ്മൾ ഇരുട്ടിലായിരിക്കുമ്പോൾ യേശു നമ്മെ പ്രകാശിപ്പിക്കാൻ കാത്തിരിക്കുന്ന നമ്മുടെ വെളിച്ചമാണ്. നമ്മൾ നിരാശയിലായിരിക്കുമ്പോൾ യേശു നമുക്ക് പ്രത്യാശ നൽകാൻ കാത്തിരിക്കുന്ന സത്യമാണ്. നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമ്മെ സുഖപ്പെടുത്താനും ഉയർപ്പിക്കാനും കാത്തിരിക്കുന്ന നമ്മുടെ ദിവ്യവൈദ്യനാണ്. നമ്മുടെ വായ തുറക്കാൻ യേശു നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നു. ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ വായ അടച്ചിരിക്കുന്നു. നമ്മെ വേദനിപ്പിച്ചവരോട് സംസാരിക്കുന്നത് നിർത്തി നമ്മൾ കയ്പും നീരസവും നിലനിർത്തുന്നു. അത് നമുക്കും നമ്മളോട് തെറ്റു ചെയ്തവർക്കും ഇടയിൽ നിശബ്ദതയുടെ മതിലുകൾ പണിയാൻ അനുവദിക്കുന്നു. സംഭാഷണം നിർത്തുന്നത് പരിഹാരമല്ല, അത് നമുക്കിടയിലുള്ള വിടവ് വർദ്ധിപ്പിക്കുകയും ക്രമേണ ബന്ധം തകർക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യും. ക്ഷമ, അനുരഞ്ജനം, രോഗശാന്തി എന്നിവയുടെ വാക്കുകൾ സംസാരിക്കാൻ നമ്മുടെ വായ തുറക്കാൻ യേശു നമ്മോട് ആവശ്യപ്പെടുന്നു. കാരണം നമ്മുടെ വായ തുറക്കുക എന്ന ധീരമായ പ്രവൃത്തിയിലൂടെ മാത്രമേ നമ്മെ പരസ്പരം വേർതിരിക്കുന്ന വിടവ് നികത്താനും അവസാനിപ്പിക്കാനും നമുക്ക് കഴിയൂ. മുൻകാല വേദനകൾ നമ്മെ നിശബ്ദതയിൽ തടവിലാക്കാൻ അനുവദിക്കരുത്. പകരം സ്നേഹത്തിലും ക്ഷമയിലും നമ്മുടെ വായ തുറക്കാം. നമ്മുടെ കാതുകൾ തുറക്കാൻ യേശുനാഥൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ആവശ്യമുള്ളവരുടെ നിലവിളികൾക്ക് നമ്മുടെ കാതുകൾ തുറക്കാൻ യേശു നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. ചിലപ്പോഴൊക്കെ നമുക്ക് ചുറ്റുമുള്ളവരുടെ കഷ്ടപ്പാടുകൾക്ക് നമ്മൾ ചെവി കൊടുത്തിട്ടില്ല. അവരുടെ ശബ്ദങ്ങൾ കേൾക്കാൻ നമ്മുടെ കാതുകൾ തുറക്കാൻ യേശു നമ്മളോട് പറയുന്നു. കാരണം നമ്മുടെ കാതുകൾ തുറക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ വേദന യഥാർത്ഥത്തിൽ കേൾക്കാനും മനസ്സിലാക്കാനും അവരുടെ ആവശ്യത്തോടെ പ്രതികരിക്കാനും കഴിയൂ. പ്രിയമുള്ളവരെ, യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി എന്ന് നാം സുവിശേഷ ഭാഗത്ത് കാണുന്നുണ്ട്. അവൻ ജനക്കൂട്ടത്തിൻ്റെ ഭാഗമാണ്. എന്നിരിങ്കിലും യേശുവുമായുള്ള നമ്മുടെ കണ്ടുമുട്ടലുകൾ എപ്പോഴും വ്യക്തിപരമായിരിക്കണം. ജനക്കൂട്ടത്തിൽ നിന്ന് മാറാനും നമ്മുടെ ഉള്ളിലെ യേശു സാന്നിധ്യത്തിലേക്ക് പിന്തിരിയാൻ കഴിയുന്നിടത്താണ് നാം അവൻ്റെ ശിഷ്യനായി മാറുന്നത്. അതിനാൽ നമ്മിലെ യേശു സാന്നിധ്യത്തിന് അരികെ ഏകനാകാനുള്ള അവസരങ്ങളെ നാം വളർത്തിയെടുക്കണം. പലപ്പോഴും നമ്മൾ യേശുവിനോട് കൂടെ ആയിരിക്കുമ്പോൾ സംഭവിച്ചേക്കാവുന്ന ഒരു അപകടമുണ്ട്.
നമുക്ക് ആവശ്യമുള്ള കാര്യത്തിൽ മാത്രമാകാം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യേശു എനിക്കായി നൽകേണ്ട രോഗസൗഖ്യം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. അങ്ങനെ വരുമ്പോൾ അവൻ്റെ സന്ദേശം കേൾക്കാൻ നമ്മൾ മറന്നുപോയെന്നിരിക്കും. യേശുവിനെ കാണാനും അവൻ്റെ വചനങ്ങൾ കേൾക്കാനുമാണ് നമ്മൾ അവനെ അന്വേഷിക്കുന്നത്. ആ വചനം യുക്തമായ രീതിയിൽ സൗഖ്യമായോ സമാധാനമായോ വിശ്വാസമായോ നമ്മിൽ പ്രവർത്തിക്കും. അത് നിർവഹിക്കുക പരിശുദ്ധാരൂപിയാണ്. യേശു രോഗത്തിനുമേൽ വിജയം നേടിയവനാണ്. രോഗികളോട് കരുണ കാട്ടിയവനാണ് അവിടുന്ന്. ഈ കരുണയും സുഖപ്പെടുത്തലും ഇന്നും തുടരുന്നു. രോഗസൗഖ്യത്തിനായി യേശുവിൻ്റെ പക്കലേക്ക് നമുക്കും പോകാം. എന്നാൽ അവൻ്റെ വചനത്തിലായിരിക്കട്ടെ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും. ഇതിനായുള്ള കൃപാവരം യേശുനാഥൻ എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.